ജനനന്മ അക്ഷരജ്യോതി പ്രഥമ പുരസ്കാരം ഭാനുപ്രകാശിന് വയലാർ വാസുദേവൻ പിള്ളയെക്കുറിച്ച് രചിച്ച പുസ്തകമാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത്. കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ പുരസ്കാര സമർപ്പണം സിനിമാ നടൻ പത്മശ്രീ മധു നിർവഹിച്ചു. 2005 മുതൽ പാലക്കാട് ഒറ്റപ്പാലം ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ജനനന്മ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റാണ് യുവ എഴുത്തുകാർക്കായി പുരസ്കാരം ഏർപ്പെടുത്തിയത്. നാടകാചാര്യൻ ഡോക്ടർ വയലാർ വാസുദേവൻ പിള്ളയെക്കുറിച്ച് തയ്യാറാക്കിയ വയല ജീവിത ദർശനം നാടകമെന്ന ബൃഹത് ഗ്രന്ഥമാണ് ഭാനുപ്രകാശിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. 11,011 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. നാടകം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് വയലാർ വാസുദേവ പിള്ളയെ പോലുള്ളവർ നാടകത്തെ ഏറ്റെടുത്ത ചരിത്രങ്ങളെല്ലാം ഉൾപ്പെടുത്തിയതാണ് ഭാനുപ്രകാശിന്റെ പുസ്തകമെന്ന് മധു പറഞ്ഞു. നാടകത്തിനെ കുറിച്ച് പഠിക്കുന്നത് ഏറ്റവും വലിയ സുഖമായിട്ട് കണ്ടിരുന്ന മനുഷ്യൻ, പഠിച്ചത് പഠിപ്പിക്കുന്നത് ഏറ്റവും വലിയ സുഖമായിട്ട് അറിയുന്ന മനുഷ്യൻ, അദ്ദേഹത്തെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകം. അതിത് പഠിച്ചെഴുതാൻ വേണ്ടിയിട്ട് മാത്രം ജനിച്ചു താനെന്ന് തോന്നുന്ന ഭാനുപ്രകാശ് ഇതൊക്കെ നടത്തിക്കാൻ വന്ന 18 വർഷമായി ചലച്ചിത്ര പത്രപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമാണ് കോഴിക്കോട് ഫറോക്ക് സ്വദേശിയായ ഭാനുപ്രകാശ്. മോഹൻലാലിന്റെ സമഗ്ര ജീവചരിത്രം മുഖരാഗം, കമൽഹാസന്റെ ജീവിതവും സിനിമയും അടയാളപ്പെടുത്തുന്ന ഹൃദയകമലം എന്നീ പുസ്തകങ്ങളും തയ്യാറാക്കി വരികയാണ്. നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള ഭാനുപ്രകാശ് കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസികയായ കേളിയുടെ വർക്കിംഗ് എഡിറ്റർ കൂടിയാണ്. റിപ്പോർട്ടർ, കോഴിക്കോട്.